കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. അവിടെ BJP UDF ക്യാമ്പിൽ പണമൊഴുകുകയാണ്. ആർഭാടത്തോടെയുള്ള പ്രചരണം, അതായത് പണമൊഴുക്കി ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ആ ഒരു ആർഭാടം കാണിച്ച് പ്രചരണം നടത്താം, അതിനെക്കുറിച്ചാണ് അവിടെ BJPയും ഈ UDFും പ്രാധാന്യം നൽകുന്നത്. എന്നാൽ അതേസമയം LDF ക്യാമ്പ് എന്ന് പറയുമ്പോൾ അവിടെ ജനവിശ്വാസം നേടിക്കൊണ്ടുള്ള പ്രചാരണം, അതിന് മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചകളുമായിട്ടാണ് കൊല്ലത്ത് നിന്നും രാജ്കുമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ആവേശ കാഴ്ചയാണ്. രാജ്കുമാറിന്റെ പുറകിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആ കാഴ്ചകൾ. സിന്ധൂരി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കച്ചേരി വാർഡിലാണ്. അതായത് CPIMൻ്റെ ഒരു ഗ്രാമം എന്നുവരെ വിളിക്കാവുന്ന ഉറച്ച LDFൻ്റെ ഒരു കോട്ടയിലാണ് ഞാനിപ്പോഴുള്ളത്. ഇവിടെ സ്ഥാനാർത്ഥി ഒരു പ്രചരണം ഇന്ന് രാവിലെ തന്നെ ഒരു പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമ്മുടെ നിലവിലെ ഇവിടുത്തെ സിറ്റിംഗ് കൗൺസിലറും അതേപോലെ തന്നെ കൊല്ലം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ നിരവധി തവണ കൗൺസിലറായ വ്യക്തി കൂടിയാണ് ശ്രീ സോമരാജൻ. ഇവിടെ ഇപ്പോൾ ഈ BJPയുടെയും UDFൻ്റെയൊക്കെ ക്യാമ്പിൽ വല്ലാതെ പണം ആർഭാടത്തോടു കൂടിയുള്ള ഒരു പ്രചരണം നടത്തുന്നു എന്ന് പറയില്ല. നമുക്ക് പൈസയുടെ കുറവുണ്ട്, പക്ഷേ ഇവിടെ പൈസയുടെ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പിന്നെ വ്യക്തിഹത്യ നടത്തിയാണ് BJPയുടെ പണി. അത് കോൺഗ്രസ് എന്ന് പറയുന്നത് 3-ാം സ്ഥാനത്ത് പോകത്തേ ഉള്ളൂ. പിന്നെ BJPയും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിപ്പോട്ടവർ കിട്ടത്തില്ല. അവർ വ്യക്തിഹത്യ നടത്തി മോശപ്പെട്ട രീതിയിലുള്ള പ്രചരണമാണ് അവർക്കുണ്ടായിരുന്നത്. സ്ഥാനാർത്ഥി എന്ത് പറയുന്നു? ഒരു കന്നി അംഗം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും കന്നി അംഗമാണ്. പക്ഷേ അങ്ങനൊരു പരിചയക്കുറവൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം അത് പ്രചരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിലോട്ട് ചെല്ലുമ്പോൾ തന്നെയുള്ള അവരുടെ ഒരു സ്വീകരണം കൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ കച്ചേരി ഡിവിഷനിൽ കൗൺസിലറായിരുന്ന സോമരാമൻ എന്ന് പറഞ്ഞാൽ വളരെയധികം കൃത്യനിർവ്വഹണത്തോടെയാണ് ഓരോ വീടുകളിലും ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയുകയും മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ അവരുടെ രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം LDF എന്നെ ഏൽപ്പിച്ച ഈ സ്ഥാനാർത്ഥിത്വം എന്ന ഉത്തരവാദിത്വം വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നെനിക്കൊരു വിശ്വാസമുണ്ട്. അതുമാത്രമല്ല, എന്നെ എല്ലാവരും വിജയിപ്പിച്ച് വരികയാണെങ്കിൽ വരുന്ന 5 വർഷക്കാലം അവരോട് കൂടെ നിന്നുകൊണ്ട് തന്നെ അവരിൽ ഒരാളായി, അതിനകത്ത് നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ വളരെ ഭംഗിയായി അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏത് സമയത്തും എനിക്ക് കൂടെ ഉണ്ടാവും എന്നുള്ളത് ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ്. അത് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റാൻ പറ്റുമെന്നുള്ളതിന് ഒരു സംശയവും ഇല്ല.